ഹായ്, നമ്മളിന്ന് ഇടിയൻ ചന്തു എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ്. ഇടിയനായ അച്ഛൻ്റെ ഇടിയനായ മകൻ്റെ കഥ. സോ സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ലത്. കാരണം നിങ്ങൾക്കൊരു 2 hours പോപ്കോണൊക്കെ കഴിച്ച് ചിരിച്ച് അത്യാവശ്യം നല്ല ഫൈറ്റൊക്കെ കണ്ട ഒരു പക്ക എൻ്റർടൈനർ മൂവിയാണിത്. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തുടക്കത്തിൽ ഒരു മാസ് മാത്രമായിരിക്കുമോ, കോമഡിക്ക് ദാരിദ്ര്യം വരുമോ എന്നൊക്കെ ഒരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു തോട്ട് പ്രോസസ്സിനെ കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ചെയ്യുകയായിരുന്നു ഈ ഒരു സിനിമയുടെ തുടക്കം. അതായത് ഇതിനകത്ത് ആ കുടുംബശ്രീ പ്രവർത്തകരുടെ അവർ വരുമ്പോൾ തൊട്ടുള്ള ആ ഒരു മൊമെന്റ് തൊട്ട് പടം തീരുന്നത്, അതായത് പല സിറ്റുവേഷൻസിലും ഇതിലെ സെൽഫ് ട്രോളുകളാണെങ്കിലും എല്ലാം വളരെ രസകരമായിരുന്നു. ഈ കഥാപാത്രത്തിന്, അതായത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കഥാപാത്രത്തിൻ്റെ ചെറുപ്പം തൊട്ട് അദ്ദേഹത്തിൻ്റെ ഒരു യൗവനം, ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ഫ്രം ചൈൽഡ്ഹുഡ് ടു യൂത്ത്, ആ കാലഘട്ടത്തിൽ നടക്കുന്ന സിറ്റുവേഷൻസും അതിൽ ഈ കഥാപാത്രം എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. സോ വളരെ നന്നായിരുന്നു. അപ്പം ഈ ഒരു സിനിമയിൽ പറയുകയാണെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ പേര് നമുക്ക് എടുത്തു പറയാൻ പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം എന്ന് തന്നെ പറയാം. എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കൺവിൻസിങ് ആയിട്ട്. ഓക്കെ, ഞാൻ എന്തുകൊണ്ടാണ് ആ കുടുംബശ്രീ പ്രവർത്തകരുടെ തുടക്കത്തിൽ ഇട്ടതെന്ന് പറഞ്ഞാൽ, അവിടെ നിന്നാണ് ഈ പടത്തിൻ്റെ ഒരു ഐസ് ബ്രേക്കിംഗ് മൊമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും രസകരമായിട്ട് ഇതിലെ സിറ്റുവേഷൻസിൽ ഈ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്യുക. കാരണം പല സിനിമകളിലും കോമഡിയാണ്, നമുക്ക് അതിങ്ങനെ സിറ്റുവേഷന് അതിന് വേണ്ടി ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി അതിലേക്ക് മനഃപൂർവ്വം ഫിൽ ചെയ്ത പോലെ തോന്നും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഇത് തോന്നുന്നില്ല. ഞാൻ പറയില്ല, കാരണം ചിരി എന്ന് പറഞ്ഞാൽ വളരെ നമുക്കതങ്ങ് നമ്മളുടെ ശരി ഇങ്ങനെയൊക്കെ ദൈവമേ, ഈ ഒരു പടത്തിന്റെ തുടക്കത്തിൽ കണ്ടതുപോലെ അല്ലാതെ ഇങ്ങനെയൊക്കെ ഇതിനകത്ത് വരുമോ എന്നുള്ളൊരു തോട്ട് നമ്മുടെ മൈൻഡിൽ വന്നു പോകും. ഇതിന്റെ സ്റ്റൺസ് ചെയ്യുന്ന പീറ്റർ ഹെയ്ൻ സാറാണ്. സോ അദ്ദേഹം ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അതിനെയൊക്കെ മീറ്റ് ചെയ്ത തരത്തിലാണ്. ഞാൻ പറഞ്ഞല്ലോ, കറണ്ട് സിനേറിയോയിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളിൽ ആ ക്യാരക്ടറിന് മാത്രമല്ല അദ്ദേഹത്തിന് ചുറ്റുമുള്ളവർക്കും ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്നു. സോ ഒരു സിറ്റുവേഷൻ വന്നാൽ അതിലെ മെയിൻ ക്യാരക്ടറിനല്ല മറ്റുള്ളവർക്കും റിയാക്ട് ചെയ്യാം തുടങ്ങിയ അത്തരം ആശയങ്ങളിൽ ഒരു ഫൈറ്റ് സീൻ ചെയ്യുമ്പോൾ അവിടെ ആ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു സ്റ്റണ്ട് കൊറിയോഗ്രാഫർ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ അത്രയും സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ ആ ഒരു സീൻ അവർ ഉദ്ദേശിച്ചതിൽ അവർക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അവിടെ ശ്രീജിത്ത് വിജയനും പീറ്റർ ഹെയ്നും വലിയ രീതിയിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. ഇതിൻ്റെ മ്യൂസിക്കിലെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത് മൊത്തം നമ്മുടെ ദീപക് ദേവചേട്ടനാണ്. പിന്നെ 2-3 ഒരു ടീമുണ്ട് ഇതിന്. ഓക്കെ, ദ റൈറ്റേഴ്സ്, അതായത് ലിറിസിസ്റ്റ് ആയിട്ടുള്ള ശബരീഷ്, സന്തോഷ്, ചന്ദ്രശേഖരൻ, അവരൊരു 3 പേരാണ് ഇതിൻ്റെ ഒരു ലിറിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സിനിമാറ്റോഗ്രഫിയും വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞേ, ചിലരുടെയൊക്കെ പേര് നമുക്ക് പെട്ടെന്ന് നമ്മൾ ആ ഒരു കാണുമ്പോൾ നമുക്ക് മൈൻഡിൽ വരുന്നു, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് നെയിംസ് ഉണ്ട്, അപ്പോൾ പെട്ടെന്ന് വന്നുകൊണ്ട് ആ പേരുകൾ പറയാണ്. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്, മറ്റുള്ളവരുടെ പേര് പറയാത്തതല്ല. ഓക്കെ, ഞാൻ പറഞ്ഞത് പെട്ടെന്ന് നമ്മൾ ആ വായിച്ച് നമ്മൾ ആ ഒരു തുറക്കുന്നിട്ട് ആ ശ്രദ്ധിച്ചിരിക്കും, നമ്മുടെ മൈൻഡിൽ നമുക്ക് പരിചയമുള്ള ഫെമിലിയർ നെയിംസ് ആകുമ്പോൾ നമുക്കത് പെട്ടെന്ന് നിങ്ങളെ അടുത്ത് പറയാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പേരുകൾ എടുത്ത് പറഞ്ഞത്. ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതൊക്കെ നടക്കട്ടെ. ഞാൻ എന്തിനീ പടം പോയി കാണണം എന്ന് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള കാരണങ്ങൾ ഇപ്പോൾ പറഞ്ഞുതരാം. ഒന്ന്, ഇതൊരു കോമഡി മാസ് എൻ്റർടൈനറാണ്. കറക്റ്റായിട്ടുള്ള സെൽഫ് ട്രോളുകളും കറക്റ്റ് കൗണ്ടറുകളും എല്ലാം കൊണ്ട് ഈ പടത്തിനെ പല സിറ്റുവേഷൻസിലും വളരെ നന്നായിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ട്. സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഫൈറ്റുകൾ, അതും വളരെ നാച്ചുറലായിട്ട് അത് കൊറിയോഗ്രഫി ചെയ്യാൻ പീറ്റർ ഹെയ്ൻ സാറിന് സാധിച്ചിട്ടുണ്ട്. മൂന്നാമത്, ഈ സിനിമയിൽ മുൻപോട്ട് വയ്ക്കുന്ന ഒരു ആശയം, അല്ലെങ്കിൽ നമുക്കൊക്കെ ജീവിതത്തിൽ പലരുടെയും നമ്മൾ കണ്ട് അറിഞ്ഞ് ഒക്കെ പരിചയമുള്ള പല സന്ദർഭങ്ങളിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് പലർക്കും ഇതൊരു അവർക്ക് അറിയാവുന്ന ചിലരുടെ ലൈഫായിട്ടോ അല്ലെങ്കിൽ വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നാലാമത്, ഈ സിനിമയിൽ പറയുന്ന നമ്മുടെ സൗഹൃദത്തിൻ്റെയും പല ബന്ധങ്ങളുടെ പ്രാധാന്യം അത് ഈ സിനിമയിൽ പറയുന്നുണ്ട്. ഇതൊരു ഓവറോൾ ഒരു കോമഡി മാസ് എൻ്റർടൈനർ ആണ്. പക്ഷെ അതിൽ
സിറ്റുവേഷൻ്റെ സീരിയസ്നെസ് ചോർന്നു പോകാതെ വളരെ രസകരമായിട്ട് ഈ കുറച്ച് പേരുടെ ജീവിതങ്ങളെ അവതരിപ്പിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അത് ഈ ടീമിൻ്റെ ഒരു സക്സസ് തന്നെയാണ്. 2 മണിക്കൂർ 2 മണിക്കൂർ കറക്റ്റ് ആപ്റ്റാണ്. 2 മണിക്കൂർ ചിരിച്ച് ആ ഒരു ജേണിയുടെ ഭാഗമായി നിങ്ങളൊക്കെ എന്താണ് ഫൈറ്റിന് ഫൈറ്റുണ്ട്, കോമഡിക്ക് കോമഡി ഉണ്ട്. ഇതൊരു സ്ഥിരം ഒരു ടിപ്പിക്കൽ ഫോർമുലയല്ല, ബട്ട് ഒരു ഒരു ന്യൂ എക്സ്പെരിമെൻ്റ് ആണ്. ഓക്കെ, അതായത് പല സിറ്റുവേഷൻസിന് ഇതിൽ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ സ്ഥിരം കണ്ട ഫോർമുലകളിൽ നിന്നും വളരെ നല്ല രീതിയിൽ അത് ഡൈവേർട്ടായി അത് അവിടെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. സോ നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ നമ്മളെ അറിയിക്കുക. നല്ലൊരു മൂവിയാണ്, ഫാമിലി ആയിട്ട് പോയി കണ്ട് നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്.